Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. ജിമ്മിൽ ചെന്ന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്, ടിപ്സാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പം പൊതുവേ എല്ലാവരും ജിമ്മിൽ ചെന്നിട്ട് പുതുതായിട്ട് ജിമ്മിൽ ചെന്നിട്ട് ഇപ്പം അവർ ട്രെയിനർമാർ പറയുന്ന കേൾക്കാതെ ഡയറക്റ്റ് എന്ന മെഷീൻസിലും കാര്യങ്ങളിലൊക്കെ കയറി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ജിമ്മിൽ ചെല്ലുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ആഗ്രഹം കാണും മെഷീൻസിൽ എല്ലാത്തിലും കയറി വർക്കൗട്ട് ചെയ്യാനും നമ്മൾ റീൽസിലും ഇതിനകത്തൊക്കെ കാണുന്നത് പോലത്തുള്ള രീതിയിലൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്യാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ്. പക്ഷേ നിങ്ങൾ ജിമ്മിൽ ചെല്ലുന്നതിന് മുമ്പ്, നിങ്ങൾ ജിമ്മിൽ ചെന്ന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. എന്താണ് എനിക്ക് വേണ്ടത്? ഇപ്പോൾ മസിൽ ബിൽഡിങ് ആണോ, വെയിറ്റ് ലോസ് ആണോ, വെയിറ്റ് ഗെയിൻ ചെയ്യാനോ? ജിമ്മിൽ ചെന്ന ഉടനെ നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ജിമ്മിൽ ചെന്ന ഉടനെ നമ്മൾ മസിൽ ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജിമ്മിൽ ചെന്ന ഉടനെ മസിൽ ബിൽഡ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അവിടെ ജിമ്മിൽ ചെന്ന് നിങ്ങളെ ബോഡിയെ എന്താണോ വേണ്ടതെന്ന് മനസ്സിലാക്കി നിങ്ങൾ കുറേ വർക്കൗട്ടുകളൊക്കെ ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കി, ഇപ്പം 1 മാസം 2 മാസം 3 മാസം ചിലപ്പോൾ 1 വർഷമൊക്കെ നിങ്ങൾ എടുക്കുന്നിരിക്കും. കണ്ടിന്യൂ നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തതിന് നിങ്ങൾക്ക് അത് തുടരാൻ സാധിക്കും എന്ന് ഉറപ്പായതിനു ശേഷം മാത്രം നിങ്ങൾ മസിൽ ബിൽഡിങ് മേഖലയിലോട്ട് ഇറങ്ങുക. ജിമ്മിൽ ഇന്നിപ്പം ചെന്ന് ജോയിൻ ചെയ്തിട്ട് നാളെ നിങ്ങൾക്ക് മസിൽ ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ആദ്യം ജിമ്മിൽ ചെന്ന് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളെ ബോഡിയെയും ബ്രെയിനെയൊക്കെ അറിയിക്കുക. ഞാൻ ഡെയിലി ഒന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ മസിൽ പാർട്സൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നല്ല കുറച്ചൊന്ന് ഇതാക്കി ഒരു അഡ്വാൻസ് ലെവൽ വരെ എത്തിച്ചിട്ട് വേണം നിങ്ങൾ മസിൽ ബിൽഡിങ്ങിലോട്ട് നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ മിക്കുള്ള ആളുകളും റീൽസും അത് കണ്ട് ജിമ്മിൽ ചെന്ന് ജോയിൻ ചെയ്ത ഉടനെ എനിക്ക് അതുപോലത്തുള്ള ബോഡി വേണം എന്നൊക്കെ, അതുപോലത്തുള്ള സിക്സ് പാക്കൊക്കെ എനിക്ക് തോന്നുന്നു ജനറ്റിക്സും ഇപ്പം നോർമലി ഒരുപാട് ജിമ്മിൽ ചെന്ന് വർക്കൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉള്ള ലീൻ ബോഡിയിലൊക്കെ മിക്കുള്ള ആൾക്കാർക്കും പാക്കുകളൊക്കെ തെളിഞ്ഞ് കാണാം. അപ്പം അതുകൊണ്ട് 6 പാക്കിന് വേണ്ടിയിട്ട് വലിയ ഇതൊന്നും വേണ്ട. പക്ഷേ മസിൽ ബിൽഡ് ചെയ്ത് നല്ല കുറച്ചൊന്ന് ഷേപ്പ് ആക്കാനും ഗ്രോ ആക്കാനും അതൊക്കെ നിങ്ങൾക്കൊരു ടൈം എടുക്കും. അപ്പം നിങ്ങൾ ആദ്യം ജിമ്മിൽ ചെന്ന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ട്രെയിനറുടെ അടുത്ത് ചോദിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള വർക്കൗട്ടുകളും എക്സസൈസുകളും വെയിറ്റ് ട്രെയിനിങ്ങും സ്ട്രെങ്ത് ട്രെയിനിങ്ങും അതൊക്കെ നിങ്ങൾ പഠിച്ച് പുഷപ്പ് എടുക്കുന്നതും പുള്ളപ്പ് എടുക്കുന്നതും അതിലൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നല്ലൊരു എൻഡ്യൂറൻസ് ഒക്കെ ബോഡിയിൽ കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ പതിയെ വർക്കൗട്ടിലോട്ട് ഇറങ്ങി നല്ലതുപോലെ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ്ങും സ്ട്രെങ്ത് ട്രെയിനിങ്ങും ഒക്കെ ചെയ്ത് നിങ്ങൾ പതിയെ ഗ്രാജുവലി വെയിറ്റ് കൂട്ടി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഡയറക്റ്റ് പോയിട്ട് ഇന്ന് പോയി ജോയിൻ ചെയ്തിട്ട് നാളെ ഉടനെ നിങ്ങൾക്ക് ബോഡി ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുപോലെ വർക്കൗട്ട് ടൈമുകളിൽ നിങ്ങൾ ഇപ്പം ജിമ്മിൽ ചെന്ന് ജോയിൻ ചെയ്ത് മിക്കുള്ള ആൾക്കാരെ ഒരു പ്രശ്നമാണ് ഈഗോ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഇന്നൊരു പയ്യൻ ജിമ്മിൽ ചെന്ന് ജോയിൻ ചെയ്തു. അപ്പം ആ പയ്യൻ്റെ അടുത്ത് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ 1 വർഷം 6 മാസമായിട്ട് ജിമ്മിൽ വന്ന് വർക്ക് ചെയ്യുന്ന നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ എടുക്കുന്ന വെയിറ്റ് കണ്ടിട്ട് ഇപ്പുറത്ത് വന്ന് ജോയിൻ ചെയ്ത ആ പയ്യന് ഓട്ടോമാറ്റിക്കായിട്ടൊരു ഈഗോ അവിടെ ഉണ്ടാവും. അയാൾ 5 കിലോ എടുത്തപ്പോൾ എനിക്ക് 10 കിലോ എടുത്ത് അടിക്കണമെന്നുള്ളൊരു ഡംബിളുകളും അതൊക്കെ വെയിറ്റ് കൂട്ടി എടുക്കണമെന്നുള്ളൊരു ഈഗോ അവിടെ ഉണ്ടാവുകയും ഡയറക്റ്റ് പോയി വെയിറ്റിലേക്ക് പോയി വെയിറ്റ് അടിച്ച് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാവുകയും ഒരാഴ്ച പോയിട്ട് 1 ദിവസം പോലും 2 ദിവസം പോലും ജിമ്മ് കണ്ടിന്യൂ ചെയ്യാതെ നിർത്താനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ഗ്രാജുവലി വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് മാത്രം കൊടുക്കുക. ജിമ്മിൽ ചെന്ന് ഡയറക്റ്റ് വെയിറ്റ് കൂട്ടി ഇട്ടടിക്കാൻ ശ്രമിക്കാതിരിക്കുക. ചിലപ്പം ചില വർക്കൗട്ടുകളൊക്കെ 2 ആഴ്ചയും 3 ആഴ്ചയും നിങ്ങൾ ചെയ്യേണ്ടി വരും. അത് നമ്മൾ ക്ഷമയോടെ അത് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടൂ. ഇപ്പം മിക്കുള്ള ജിമ്മിലും ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം ചെയ്യുന്ന വർക്കൗട്ടല്ലായിരിക്കും അടുത്ത ആഴ്ച അതേ മസിലിന്റെ വർക്കൗട്ട് വരുമ്പോഴത്തേക്കും ചെയ്യുന്നത്. കാരണം പല വെറൈറ്റി വർക്കൗട്ടുകളും ഫാൻസി വർക്കൗട്ടുകളൊക്കെ ആയിരിക്കും റീൽസും യൂട്യൂബും നോക്കി ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ട് യാതൊരു ഗുണവുമില്ല. നിങ്ങൾ ഏത് വർക്കൗട്ടാണോ ഇന്ന് ചെയ്തത് അതൊരു 3 ആഴ്ച 4 ആഴ്ച അതേ വർക്കൗട്ട് തന്നെ ഫോളോ ചെയ്ത് ഫോക്കസ് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും റിസൾട്ട് കിട്ടത്തില്ല. മിക്കുള്ള പയ്യന്മാരും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചെയ്ത വർക്കൗട്ട് അടുത്ത ദിവസം ചെയ്യത്തില്ല. ഇന്നിപ്പം ബൈസെപ്സ് കേളാണ് ചെയ്യുന്നതിൽ അടുത്ത ദിവസം വേറെ ഏതെങ്കിലും ഫാൻസി വർക്കൗട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൂടുതലും നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലാത്തത്. അതുപോലെ സ്ലോ പ്രോഗ്രസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
വർക്കൗട്ട് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോയിൽ വേണം വർക്കൗട്ട് ചെയ്യാൻ. ഇപ്പം നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് പതിയെ വേണം അവിടെ നമ്മളെ മസിലിനെ ടെൻഷൻ ആക്കി വേണം റിലീസ് ചെയ്യാനെ കൊണ്ട്. ഇപ്പൊ അഡ്വാൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ബോഡിയിൽ ഒരു പൊട്ടൻഷ്യലും മസിൽ മെമ്മറിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ അത്യാവശ്യം സ്പീഡിൽ ചെയ്തതിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു ബിഗിനർ ആണെങ്കിൽ സ്ലോ പ്രോഗ്രസ്സിൽ വേണം വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ റിസൾട്ട് ഭയങ്കര സ്ലോ ആയിരിക്കും. റിസൾട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈമിലൊന്നും റിസൾട്ട് കിട്ടത്തില്ല, വർഷങ്ങളെടുക്കും. അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ വർക്കൗട്ട് ടെക്നിക്കും ഫോമിലും മാത്രം ചെയ്യുക, തെറ്റായിട്ടുള്ള രീതിയിലൊന്നും ചെയ്യാതിരിക്കുക. ഇപ്പം ബോഡിയൊക്കെ ഇപ്പോൾ ബൈസെപ്സുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബൈസെപ്സിനെ ഫോക്കസ് ചെയ്യാതെ നടുവിനൊക്കെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അതും ഷോൾഡറിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. അപ്പം വർക്കൗട്ട് ഫോമും അതുപോലെ ടെക്നിക്കും പ്രോപ്പറാക്കി കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ വർക്കൗട്ടിൻ്റെ ടൈമുകളിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. വെള്ളം സിപ്പ് ചെയ്ത് കുറേശ്ശെ എടുത്ത് ഇപ്പം ചില ജിമ്മിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വർക്കൗട്ടിൻ്റെ ടൈമിലൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോയിട്ട് ഒരു കുപ്പി എടുത്ത് വെള്ളമൊക്കെ ഒറ്റയടിക്ക് കമത്തി കുടിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യല് വെള്ളം ചെന്ന് നമ്മളെ ഹൃദയത്തിൽ ചെന്ന് പിടിച്ച് അങ്ങനെ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ വെള്ളം സിപ്പ് ചെയ്ത് പതിയെ കുടിക്കാം. വർക്കൗട്ടിൻ്റെ ടൈം ഡ്യൂറിങ് ദ വർക്കൗട്ടിൽ പതിയെ വെള്ളം സിപ്പ് ചെയ്ത് കുടിച്ചാൽ കുറച്ചുകൂടെയൊക്കെ എനർജി നമുക്ക് കിട്ടുകയും വർക്കൗട്ടിൽ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് വർക്കൗട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. ചിലവരാണെങ്കിൽ വെള്ളം പോലും കുടിക്കാതെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊന്നും വർക്കൗട്ട് ചെയ്യൽ ബോഡി ഡീഹൈഡ്രേറ്റ് ആവും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഡമ്പലും മറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടൊക്കെയാണ് അവരെ പാട്ടിന് ഇറങ്ങി പോകുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യൽ. നമ്മൾ റെസ്പെക്ട് ചെയ്യണം. എക്യുപ്മെൻസിനെയും ഡംബിൾസിനെയൊക്കെ റെസ്പെക്ട് ചെയ്ത് നമ്മൾ വെയിറ്റ് ട്രെയിൻ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തറയിലിട്ട് ഡംബിളെടുത്ത് റാക്കിൽ വെച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ടവൽ യൂസ് ചെയ്യുക. അപ്പം ടവൽ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരാൾ യൂസ് ചെയ്തൊരു ബെഞ്ചിൽ പോയി നമ്മൾ കിടക്കുന്ന സമയത്ത് അയാൾക്ക് പോലെ പനിയോ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടെങ്കിൽ ആ ഒരു രോഗം നമ്മളെ ബോഡിയിലേക്ക് പടരും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടവൽ യൂസ് ചെയ്യാൻ പറയുന്നത്. വർക്കൗട്ടിന് മുമ്പ് ടവൽ വിരിച്ചിട്ട് വേണം വർക്കൗട്ട് ചെയ്യാൻ. അതുപോലെ വീട്ടിൽ ചെന്നിട്ട് ആ ടവൽ എടുത്ത് കഴുകിയിടും. ചില ആൾക്കാരാണെങ്കിൽ ആ ടവൽ തന്നെ പിറ്റേന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അതിലിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യും. ഒരു 5-6 മാസം അങ്ങനെ തന്നെ പോകുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ജിമ്മിലൊക്കെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാർ കാണും. ഓക്കെ, അപ്പം പിന്നെ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഷൂസ് ഉപയോഗിക്കുക. ഇപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരാളായിക്കോട്ടെ, അടുത്ത് നിൽക്കുന്ന ഒരാളെ കയ്യിൽ നിന്ന് പോലും വെയിറ്റ് നമ്മളെ കയ്യിൽ നിന്ന് ബാലൻസ് കിട്ടാതെ തറയിൽ വീണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ കാലി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഷൂസ് ഉപയോഗിക്കുക. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ നല്ല റിസൾട്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമുള്ള റിസൾട്ട് നിങ്ങൾ പോലും അറിയാതെ കിട്ടുന്നതാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.